ആമേൻ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന സ്തോത്രം. വിശ്വസിക്കുന്നവരിൽ ഒരു വ്യാപാരം. എഫെസോസിലെ സഭാജനത്തിനു വേണ്ടിയുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പൗലോസ് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ വളരെ ആഴമുള്ള ചിന്തകളാണ്. വിശ്വസിക്കുന്നവരിൽ ഒരു വ്യാപാരം. സ്തോത്രം. ഈ രാത്രി നമ്മൾ 3 വിധ വ്യാപാരത്തെ കുറിച്ചാണ് ധ്യാനിക്കാൻ തുടങ്ങുന്നത്. നമ്മിൽ വ്യാപരിക്കേണ്ടുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അത് ഏതാണ് നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. വ്യാപരിക്കുക എന്ന വാക്കിന് ചാർജ് ചെയ്യപ്പെടുക എന്നൊരർത്ഥമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇത്ര മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിലെ ചാർജ് തീരുകയും ആ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് കാണിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സന്ദർഭോചിതമായി നമ്മൾ അതിനു വേണ്ടുന്ന ചാർജ് കയറ്റുന്നത് പോലെ ആ ഡെഡായി പോകാൻ സാധ്യതയുള്ള സെല്ലുകളിലേക്ക് കറണ്ട് വ്യാപരിച്ചിറങ്ങുകയാണ്. അപ്പം വ്യാപരിക്കുക, വ്യാപാരം എന്ന വാക്കിന് ചാർജ് ചെയ്യപ്പെടുക എന്ന ഒരർത്ഥം ഞാൻ കണ്ടു. മറ്റൊരർത്ഥം അതിനുള്ളത്, നമ്മൾ എവിടെ പോയാലും നമ്മെ അനുഗമിക്കുന്ന ഒരർത്ഥം ഞാൻ കണ്ടു. നമ്മളെവിടെ പോയാലും ഈ വ്യാപാരം നമ്മുടെ കൂടെ അങ്ങ് പോരും. സ്തോത്രം. അപ്പം നല്ല ഉദ്ദേശത്തോടെയാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന ഒരു 2-3 ടൈപ്പുണ്ട്. പ്രാർത്ഥനയുണ്ട്, ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്, വളരെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിൽ വളരെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയിലാണ് ഈ പറഞ്ഞ വ്യാപാരം നടക്കുന്നത്. സ്തോത്രം. എപ്പോഴും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണമെന്നില്ല. പ്രാർത്ഥിച്ചെന്നിരിക്കും, പക്ഷെ വലിയ ആത്മാർത്ഥത കാണത്തില്ല.
എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അസാധാരണമാം വിധം ഒരു ആത്മാർത്ഥത വെളിപ്പെട്ടു വരും. സ്തോത്രം. നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക ആത്മാർത്ഥതയുണ്ടാകും. സ്തോത്രം. അപ്പോൾ ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ ആഴമുള്ള ഒരു ആത്മാർത്ഥത വെളിപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി ഈ വ്യാപാരം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്ന് കർത്താവിൻ്റെ ദാസന്റെ ഭവനത്തിൽ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് 1-2 ആലോചനകൾ ഉള്ളിൽ തന്നു. അതിൽ ഒരു ആലോചന ഇപ്പോഴും മറന്നു പോകാതെ എൻ്റെ സ്മൃതിപഥത്തിൽ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. ആ ആലോചന എന്ന് പറയുന്നത്, അസാധാരണമാം വിധം ചില വിവാഹങ്ങൾ ചില കുടുംബങ്ങളിൽ നടക്കും. 1. 2, അത്ഭുതവഹമായ ചില ജോലിയുടെ വഴികൾ സ്വർഗത്തിലെ ദൈവം തുറന്നു തരും. സ്തോത്രം. ഇങ്ങനെ 2 ആലോചന കർത്താവ് നൽകി. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന വെളിപ്പെട്ടു വരണം. സ്തോത്രം. ചെറിയ പ്രാർത്ഥനകൾക്ക് ചെറിയ മറുപടി, വലിയ പ്രാർത്ഥനകൾക്ക് വലിയ മറുപടി, പിന്നെയും വലിയ പ്രാർത്ഥനയ്ക്ക് അതുപോലെ അത്ഭുതകരമായ മറുപടികളാണ് കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഈ പറയപ്പെട്ട 3 തലത്തിലും പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്തതയുണ്ട്. സ്തോത്രം. ഏലിയാവിൻ്റെ പ്രാർത്ഥന അതിനൊരു നിഴലാണ്. കർമ്മേൽ മലയുടെ മുകളിൽ നിന്ന് ഏലിയാവ് പ്രാർത്ഥിക്കുക. സ്തോത്രം. ആ പ്രാർത്ഥന തികഞ്ഞ ആത്മാർത്ഥതയുടെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിൽ കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു മേഘം ഏലിയാവ് കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഭയങ്കര ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണ്. 1-ാം നൂറ്റാണ്ടിൽ പത്രോസിനെ ബന്ധനസ്ഥനാക്കി കാരാഗ്രഹത്തെ തള്ളിയിരിക്കുകയാണ്. പത്രോസ് സുഖമായി കിടന്നുറങ്ങുക. പക്ഷേ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയാം, ഒരു വിഷയം സഭ ശ്രദ്ധയോടെ മുറുക്കെ പിടിച്ചാൽ സ്വർഗത്തിലെ ദൈവം ചലിച്ചിരിക്കും, നിശ്ചയം. സ്തോത്രം. സഭയ്ക്ക് ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന അതോറിറ്റി അത് ഭയങ്കരമാണ്. സ്തോത്രം. സഭ ഒന്നടങ്കം മനസ്സു വെച്ചാൽ മഴമേഘങ്ങളെ മാറ്റാനുള്ള അധികാരം സഭയ്ക്കുണ്ട്. സ്തോത്രം. വലിയ കാര്യങ്ങൾ സഭയ്ക്ക് ചെയ്യാൻ കഴിയും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ എന്ത് ചെയ്യപ്പെടും? അത് സഭയ്ക്ക് ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഒരു അതോറിറ്റിയാണ്. സ്തോത്രം.
വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഒന്നും അത് നടക്കത്തില്ല. സ്തോത്രം. ചില വീടുകളെ നമുക്ക് കെട്ടാൻ പറ്റും. ചില വ്യക്തികളെ സഭയ്ക്ക് ബന്ധിക്കാൻ പറ്റും. ചില ഗ്രാമങ്ങളുടെ മേലുള്ള കെട്ടുകൾ ദൈവസഭയ്ക്ക് അഴിക്കാൻ പറ്റും. സ്തോത്രം. ഈ പിശാചൊക്കെ ബാധിച്ചിരിക്കുന്ന ചില വ്യക്തികളിലെ ആ കെട്ടുകളെ ഒരു ദൈവദാസൻ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ആ ദുർശക്തി വിട്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? സ്തോത്രം. അത് ദൈവം നൽകുന്ന അധികാരമാണ്. രോഗശക്തികളുടെ മേൽ സഭ കൽപ്പിച്ചാൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. സ്തോത്രം. ആ ഒരു തലത്തിലേക്കൊന്നും ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ സഭകളൊന്നും എത്തുന്നില്ല. സ്തോത്രം. നമ്മളിവിടെ കല്യാണം നടക്കാൻ വേണ്ടിയും വീട് വെക്കാൻ വേണ്ടിയും പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയും ഒക്കെയുള്ള പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ ഉത്സാഹിച്ചിരിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു വിശാലത നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ഇവിടെ ഇരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആമേൻ, നമ്മുടെ മക്കൾ ആയിരിക്കുന്ന രാജ്യത്ത് അവർ ഭയപ്പെടുന്ന മേഖലകളെ നമ്മുടെ സഭയ്ക്കകത്തിരുന്ന് വിശ്വാസത്താൽ നമുക്ക് തൊടാനായിട്ട് കഴിയും. സ്തോത്രം. എൻ്റെ മകൻ 4 കൊല്ലം ദുബൈയിൽ ജോലി ചെയ്തു, ഷാർജയിൽ ജോലി ചെയ്തു. എൻ്റെ മകൻ നന്നായി കീബോർഡ് പ്ലേ ചെയ്യും. നല്ല ഒരു സിംഗർ അവൻ. അപ്പോൾ അവൻ അവിടെ ഒരു അൽഖുറൈർ മാളിൽ ഒരു സ്വീഡിഷ് മദാമ നടത്തുന്ന ഒരു ജ്യൂസ് ഷോപ്പിൽ അവന് അക്കൗണ്ടിങ് സെക്ഷനിൽ ഒരു ജോലി കിട്ടി. ആക്ച്വലി അവൻ പഠിച്ചത്, അവൻ്റെ ഫീൽഡ് അതല്ല. പക്ഷെ അങ്ങനെ കിട്ടിയപ്പോൾ അവൻ എടുത്തങ്ങ് ചാടി. അപ്പൊ ഈ സ്വീഡിഷ് മദാമയ്ക്ക് എൻ്റെ ചെറുക്കനോട് എന്തെന്നില്ലാത്ത ഒരു ആത്മാർത്ഥത, ഒരു സ്നേഹം. അപ്പൊ ഇവന്റെ CV കൊടുത്തപ്പോൾ അതിനകത്ത് ഇവൻ ഏതൊക്കെ വിഷയങ്ങളാണ് താല്പര്യമുള്ളതെന്ന് അവൻ കാണിച്ചിരുന്നു. അതിലൊന്ന് അവന് മ്യൂസിക് ഇഷ്ടമാണെന്നാണ് കാണിച്ച്, പിയാനോ വായിക്കുമെന്നൊക്കെ കാണിച്ചു. അപ്പൊ ഈ സ്വീഡിഷ് മദാമ ഒരു നല്ല പാട്ടുകാരി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ ഇവനെ റൂമിൽ കൊണ്ടുപോയി വലിയ ഒരു പിയാനോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇവനോട് വായിക്കാൻ പറഞ്ഞു. ഇവൻ വായിക്കുമ്പോൾ ഈ മദാമ അങ്ങ് ഇംഗ്ലീഷിൽ പാട്ടുപാടുക. അങ്ങനെ ഇവനോടൊരു പ്രത്യേക ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ ഈ മദാമയ്ക്ക് തോന്നി. അങ്ങനെ ഇവനേക്കാൾ, എൻ്റെ മകനേക്കാൾ സീനിയോറിറ്റി ആ സ്ഥലത്തുള്ള ആളുകൾക്ക് കിട്ടേണ്ട ജോലി അവർക്ക് കൊടുക്കാതെ എൻ്റെ മോനോടുള്ള താല്പര്യാർത്ഥം അവനെ ഇവരുടെയൊക്കെ മുകളിൽ കയറ്റി വെച്ചു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എൻ്റെ മോൻ പറയുകയാണ്, പപ്പ, ഇവരാരും എന്നോട് സഹകരിക്കുന്നില്ല. അപ്പൊ ആ ജ്യൂസ് ഷോപ്പ് അവര് അടച്ചുപൂട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് എൻ്റെ മോൻ്റെ CV അവർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇവനെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു പാസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ഇവനോട് ഒരു പ്രത്യേക സ്നേഹം, അങ്ങനെയൊക്കെ ഇവനുണ്ടായത്, അവർക്കുണ്ടായത്. പക്ഷെ താഴെ തട്ടിലുള്ളവർക്ക് ഇതത്ര കണ്ട് സുഖമായിട്ട് വന്നില്ല. ഈ മദാമയുടെ മുൻപിൽ ഇവനെ വെറുപ്പിക്കണം. അതിനെന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഇവന്റെ താഴെയുള്ളവർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ, ഇവരെല്ലാം എന്നെ ഉപദ്രവിക്കുന്നുണ്ട് പല നിലയിൽ. അതിനൊരു നേതാവുണ്ട്, അവനൊരു ശ്രീലങ്കക്കാരനാണ്. അവനാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ആണി. സ്തോത്രം. ഞാൻ പറഞ്ഞു, മോനെ, നീ അവനോട് പ്രതികരിക്കാൻ ഒന്നും നിൽക്കരുത്. നീ അവനെ കാണുമ്പോൾ ചിരിക്കണം. അവൻ്റെ ക്ഷേമ വിവരങ്ങൾ നീ അന്വേഷിക്കണം. ചിരിച്ചോണ്ടേ സംസാരിക്കാവൂ. ഒരു ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടുന്നത് വരെ ഞാൻ മോന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ വിവരം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പറഞ്ഞു. അപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലുള്ള ദൈവമക്കൾ ഒരു വിഷയം നമ്മൾ ഇട്ടുകൊടുത്താൽ അതിനൊരു മറുപടി കിട്ടുന്നത് വരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളായിരുന്നു. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരി അസാധാരണമായ നിലയിൽ അന്ന് പ്രാർത്ഥിച്ചേ. ആ പ്രാർത്ഥന ബുദ്ധിയുടെ പ്രാർത്ഥനയായിരുന്നില്ല. ആ പ്രാർത്ഥന അറിവിൻ്റെ പ്രാർത്ഥനയുമായിരുന്നില്ല. ആ പ്രാർത്ഥന ആത്മാവിൻ്റെ നിയോഗത്തിലുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന വളരെ റെയറായിട്ടേ സഭകളിൽ വെളിപ്പെടാറുള്ളൂ. അങ്ങനെ ഒരു പ്രാർത്ഥന വെളിപ്പെടുമ്പോഴുള്ള പ്രത്യേകത, അറിയാതെ ഹല്ലേലൂയായും ആമേനും ഒക്കെ ദൈവസഭയ്ക്കകത്ത് ഉയരും. അത് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന അന്തരീക്ഷമാണത്. ആ പ്രാർത്ഥനയിൽ ഈ സഹോദരി ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ ദൈവദാസന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ആ സഹോദരനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിത് അറസ്റ്റ് ചെയ്യുന്നെന്ന്. സ്തോത്രം. എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നെന്ന്? സ്തോത്രം. അപ്പൊ ഞാനും ആ സഹോദരി ഇങ്ങനെ ശ്രദ്ധിച്ചു, ഇവരെന്തുവായി പറഞ്ഞേ? സ്തോത്രം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നെ വിളിക്കുക, അവിടുന്ന് വിളിക്കുക. പ്രാർത്ഥനാ സമയമായതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. എനിക്ക് കാണാം, ബെല്ലടിക്കുന്ന കാണാം, പക്ഷെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. സ്തോത്രം. ഇപ്പൊ ഞാൻ ഫോൺ എടുക്കാതെ വന്നപ്പോൾ ഇവൻ തുരുതുരാ വാട്സാപ്പിലേക്ക് അവരിങ്ങനെ മെസ്സേജ് റൈറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. അപ്പോ കോൾ എടുക്കാൻ പറ്റുന്നില്ല. ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. കാരണം എനിക്ക് കാണാം മോന്റെ പേരിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു അസാധാരണമായ പ്രാർത്ഥന നടന്നു കഴിഞ്ഞു. അതേ സമയത്ത് അവിടെയും എന്തൊക്കെയോ നടന്നു. സ്തോത്രം. അത് അവൻ ഈ പറയുന്നേ. സ്തോത്രം. വേറൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദൈവദാസന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ആ മകനെ അറസ്റ്റ് ചെയ്യുന്നെന്ന് കേരളത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യൻ അവിടെ ഐസ്ക്രീം പാർലറിൽ ഒരു വലിയ ഫ്രീസർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഫ്രീസറെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ അറസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ അറസ്റ്റ് വെളിപ്പെട്ടത് എങ്ങനെയാണെന്നറിയത്തില്ല. ഈ ശ്രീലങ്കക്കാരൻ തെറിച്ച് ചെന്ന് ഭിത്തിയിൽ അടിച്ചു വീണു. സ്തോത്രം. പറഞ്ഞ ആശയപരിതരായോ? എന്താ കാര്യം?
ഇവിടെ അറസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അവിടെ നടന്ന്. ഫ്രീസറിനകത്ത് തണുപ്പല്ലേ, എന്തോ അവിടെ സംഭവിച്ചു. അവന് ഷോക്ക് അടിച്ചു, തെറിച്ച് ഭിത്തിയിൽ ചെന്നവൻ അടിച്ചു വീണു. സ്തോത്രം. അവനെ പൊക്കിയെടുത്ത് അവൻ വേണ്ടുന്ന പ്രാഥമിക ക്രിയകൾ ചെയ്തത് എൻ്റെ മോന. സ്തോത്രം. അതോടുകൂടെ അവൻ എൻ്റെ മോൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിട്ട് ഈ ശ്രീലങ്കക്കാരൻ മാറി. ഹല്ലേലൂയ. വ്യാപാരം എന്ന വാക്കിനർത്ഥം അവൻ ചാർജ് ചെയ്യുക എന്ന. ഇന്ന് രാത്രി അവൻ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഈ രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസാധാരണമായ ഒരു ചാർജിങ് ചില മേഖലകളിൽ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചിലതിനെ തൊടുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൈവ കുടുംബങ്ങളോട് ദൂതറിയിക്കുകയാ. ആരാധിക്കുന്നെങ്കിൽ വിശ്വസിച്ച് ആരാധിക്കണം. നീ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്മേൽ അവൻ ഇടിച്ചു നിൽക്കുന്ന വേലിയേറ്റ ശക്തികളെ ഇന്ന് രാത്രി നീ ആത്മീയ കണ്ണുകളാൽ കണ്ട്, അത് തടസ്സമെങ്കിൽ തടസ്സം, അത് വ്യക്തികളെങ്കിൽ വ്യക്തികൾ, ഇന്ന് രാത്രി നീ വാ തുറക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഒരു ചാർജ് വെളിപ്പെടും. അന്യഭാഷകളോടെ വിശ്വാസത്തോൾ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന, മൗനമായിരിക്കുന്നവരിൽ വ്യാപരിക്കുന്ന എന്നല്ല, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന. മാതാവേ വിശ്വസിക്ക, യൗവനക്കാരെ വിശ്വസിക്ക, പിതാക്കന്മാരെ വിശ്വസിക്ക. വിശ്വസിക്കുന്ന നിന്നിൽ ഒരു വ്യാപാര ശക്തി. ഓ നിർത്തരുത്, നിർത്തരുത്. ഇന്ന് രാത്രി നീ വിശ്വാസ കണ്ണ് തുറക്കണം. ഇന്ന് രാത്രി നീ വിശ്വാസ കണ്ണ് തുറക്ക്. ഒരു ശരീരങ്ങളിൽ ഒരു ഭയങ്കര ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. സ്തോത്രം. എനിക്കത് എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പത്തിൽ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട് ദൈവമക്കളെ. സ്തോത്രം. വ്യാപാരം എന്ന വാക്കിനർത്ഥം ചാർജ് ചെയ്യപ്പെടുകയെന്ന. സ്തോത്രം. അങ്ങനെ ഒരു കാലം നമ്മുടെ സഭകളിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ഒരു കാലത്തിലേക്ക് ഈ നാളുകളിൽ കർത്താവ് മനസ്സൊരുക്കമുള്ള തൻ്റെ ജനത്തെ കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. സ്തോത്രം. തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യൻ സഭകളിലുമൊക്കെ ആ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. സ്തോത്രം. ഒരു കാലത്ത് കേരളത്തിൽ നിന്നാണ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ അഭിഷിക്തന്മാരെ ദൈവം അയച്ചിരുന്നതെങ്കിൽ കാറ്റ് തിരിഞ്ഞു വീശാൻ തുടങ്ങി. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ദൈവദാസന്മാർ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. സ്തോത്രം. ഒരു മാറ്റത്തിൻ്റെ ലക്ഷണമാണ് ആ കാണുന്നത്. സ്തോത്രം. അപ്പോൾ വ്യാപാരം എന്നതിൻ്റെ മറ്റൊരർത്ഥം നമ്മൾ എവിടെ പോയാലും അത് നമ്മെ അനുഗമിക്കുന്നതാണ് ഈ വ്യാപാരം. സ്തോത്രം. 3 വിധ വ്യാപാരം ബൈബിളിലുണ്ട്. അതിൽ ഒരു വ്യാപാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് പ്രാർത്ഥനയോടെ ബൈബിൾ എടുത്തേ. റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് എടുത്തേ.
വെയിറ്റ് ഒന്ന് എടുക്കട്ടെ. ചിലരൊക്കെ മറിക്കുന്നതേ ഉള്ളൂ, ഒന്ന് എടുത്തോട്ടെ. ഹല്ലേലൂയ. ഓക്കെ. നാം ശ്രദ്ധിക്കണേ, നാം ജഡത്തിലായിരുന്നപ്പോൾ എവിടെ എല്ലാവരും പറഞ്ഞില്ല. എവിടെ വ്യാപരിച്ചു? അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗം. അല്ലേ? ഒന്നും കൂടെ വായിക്കൂ. ശ്രദ്ധിക്കണേ, നാം ജഡത്തിലായിരുന്നപ്പോൾ ഏത് രാഗം? അങ്ങനെ ഒരു രാഗമുണ്ട്. അതൊരു രാഗമാണെങ്കിൽ ആ രാഗത്തിന് ഒരു താളവും ഉണ്ട്. ഏത് രാഗത്തിനും എന്തുണ്ട്? ഒരു താളമുണ്ട്. ഇത് ശ്രദ്ധിക്കണം, ഇത് അവയവങ്ങളിൽ വ്യാപരിക്കുന്ന, അർത്ഥാൽ ചാർജ് ചെയ്യുന്ന ഒരു രാഗമാണ്. ഏതാ രാഗം? പാപരാഗം. അതിനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വ്യാപരം, അല്ലെ? ഒന്ന് വായിച്ചേ. അപ്പൊ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുക. ഏത് രാഗം? പാപരാഗം. അത് നമ്മളെ എങ്ങോട്ടാ നയിക്കുന്നേ? മരണത്തിലേക്കാ. അതിനാണോ നാം ഒരിക്കൽ വൻവിനകൾ എന്നിൽ നടന്നു, കർത്തനന്റെ ഞാനവന്റെ താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു താൻ ശബ്ദത്തെ. ആ പാട്ട് അറിയോ? പഴയ പാട്ടാ. അതിന്റെ അർത്ഥം ഒന്ന് ധ്യാനിച്ച് പാടണം. ഒന്നും കൂടെ പഠിക്കാൻ പാടാമോ? യെസ്. വൻക്രിയായ നടന്നു താൻ ശബ്ദത്തെ. ഭാഗ്യവാൻ യേശു എൻ പാപം തീർത്തനാൾ. ഭാഗ്യവാൻ യേശു എൻ സ്വസ്ഥമില്ല താമനമേ കർത്തരിൽ നീ ആശ്രയിക്കൂ. സ്വസ്ഥമില്ല താമനമേ കർത്തരിൽ നീ ഉപേക്ഷിയാവനെ നൽമുദ്രാതി ശുദ്ധാത്മാവേ. ഉപേക്ഷിയാവനെ നൽമുദ്രാതി ശുദ്ധാത്മാവേ. യേശു എൻ പാപം തീർത്തനാൾ. ഒരിക്കലൂടെ ഭാഗ്യനാൾ. നിങ്ങൾ ആ വരികൾ ധ്യാനിച്ച് ശ്രദ്ധിച്ചായിരുന്നോ? സ്തോത്രം. വൻ ക്രിയ എന്നിൽ നടന്നു, അല്ലേ? സ്തോത്രം. കർത്തൻ എൻ്റെ, ഞാൻ അവൻ്റെ, താൻ വിളിച്ചു, സ്വീകരിച്ചു താൻ ശബ്ദത്തെ. ഈ പ്രവൃത്തി നമ്മിൽ നാം ചെയ്തത് ഇപ്പോൾ വായിച്ച വാക്യപ്രകാരം മരണത്തിലേക്ക് പോകാൻ വേണ്ടിയാണോ,
അതോ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനം ഞാനിവിടെ ഉച്ചരിക്കുമ്പോൾ മുൾക്കൊളുത്തുകൾ, ചില സാരി തലപ്പുകളെ, ചില തുണികളെ കോർത്തു പിടിക്കുന്നത് പോലെ ചില ഹൃദയങ്ങളിൽ ആഴത്തിൽ കോർക്കാൻ തുടങ്ങുക. സ്തോത്രം. യെസ്, ആ വാക്യം ഒന്നും കൂടെ വായിക്കുക. ആ, മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഈ വ്യാപാരത്തിന് പറയുന്ന പേരാണ് പാപരാഗം. അതാരെയും പിടികൂടും. ഉപദേശിയെന്നില്ല, മൂപ്പനെന്നില്ല. ഇമ്മണി കൊല്ലം ദൈവത്തെ സേവിച്ച വ്യക്തിയായതുകൊണ്ട് അവനെ വിട്ടു മാറിയെന്നില്ല. ചെറിയ ഒരു പൊഴുത് കിട്ടിയാൽ അതുവഴി അവൻ കേറും. ചെറിയ മൈന്യൂട്ടായ ഒരു ചെറിയ ഒരു വിടവ് കിട്ടിയ, ഒരു ചെറിയ പൊഴുത് കിട്ടിയാൽ അവൻ അതിനകത്തുകൂടെ കേറും. അവൻ പാപരാഗത്താൽ ഉളവാകുന്ന മരണത്തിലേക്ക് നിന്നെ നയിക്കാൻ അത് വ്യാപരിക്കുന്നത് മനുഷ്യന്റെ ജഡത്തിലെ അവയവങ്ങളിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ വ്യാപാരം ദൈവ പൈതലെ നിങ്ങൾക്ക് വേണോ? എങ്കിൽ വേണ്ട എന്നാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ ഒരുങ്ങണം. കർത്താവിനോട് നിരപ്പ് പ്രാപിക്കാൻ ഒരുങ്ങണം. യേശു കർത്താവിനോട് നിരപ്പ് പ്രാപിക്കാൻ ഒരുങ്ങണം. അഹീതോഫേലിന്റെ ആലോചനകളെ വ്യർത്ഥമാക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയും ജീവിക്കുന്നുണ്ട്. സ്തോത്രം. ചില ചിന്തകളെ വ്യർത്ഥമാക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചില മനോഭാവങ്ങളെ അവൻ മുറിച്ചു മാറ്റാൻ ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട വ്യക്തികൾ ദൈവാലയത്തിനകത്തിരിപ്പുണ്ട്. ഇന്ന് നിന്റെ പുറമേ അല്ല സർജറി ചെയ്യുന്നത്, നിന്റെ അകത്തെ മനുഷ്യനിലാണ് സർജറി നടക്കുന്നത്. സ്തോത്രം. ജഡമനുഷ്യനിൽ, അവന്റെ അവയവങ്ങളിൽ മരണത്തിന്റെ വാതായനത്തിലേക്ക് അവനെ നയിക്കുന്ന പാപരാഗം അവയവങ്ങളിൽ വ്യാപരിക്കുമ്പോൾ തിരുമേശയ്ക്ക് വായിക്കുന്ന രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാം. തന്നെത്താൻ ശോധന ചെയ്തിട്ടു വേണം. എങ്ങനെ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. രണ്ട്, ശരീരത്തെ എന്ത് ചെയ്യണം? വിവേചിക്കണം. ഒന്നാമതായി നമ്മൾ വിവേചിക്കേണ്ടത് യേശു കർത്താവിൻ്റെ ശരീരത്തെയാണ്. ആ ശരീരം ഇടിച്ച് ചതച്ച് നുറുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് തിരുമേശ. ആ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, അത് ഊനമില്ലാത്ത ശരീരമായിരുന്നു. ഹല്ലേലൂയ. പാപം ഏശാത്ത ശരീരം, പാപം ചെയ്യാത്ത ശരീരം, പാപമുള്ള പാപികളുള്ള മനുഷ്യരുടെ നടുവിൽ പാർത്തപ്പോഴും പാപത്തിൻ്റെ ലാഞ്ചന തൊട്ട് തീണ്ടാത്ത
ആമേൻ. പരിശുദ്ധമായ ശരീരം. ആ ശരീരത്തെ വിവേചിക്കണം. 2, അവനവന്റെ ശരീരത്തെ വിവേചിക്കണം. സ്തോത്രം. എന്താ കാര്യം? പാപരാഗം അവയവങ്ങളിൽ സ്വാധീനിച്ച് അത് നമ്മിൽ അത് വ്യാപാരമായി വെളിപ്പെട്ട് അത് നമ്മെ എന്ത് ചെയ്യുക? മരണത്തിലേക്ക് കൊണ്ടുപോകുക. നീതിമാന്റെ ജീവയാത്ര മേലോട്ട, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. പക്ഷെ പാപരാഗങ്ങൾ അവയവങ്ങളിൽ പിടിച്ച് നമ്മെ മരണത്തിലേക്ക് വലിക്കുമ്പോൾ ഇന്ന് രാത്രി വായ തുറന്ന് വിളിച്ചു പറയണം, പാപവ്യാപാരമേ എന്നെ വിട്ടു മാറ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഈ വ്യാപാരം നല്ലതുമുണ്ട്, കെട്ടതുമുണ്ട്. നമ്മൾ കൂടുതൽ സമയം ഏതിലാണോ എൻജോയ് ചെയ്യുന്നത് അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മിൽ ആ ശക്തി വ്യാപരിക്കുന്നത്. സ്തോത്രം. സമയം കിട്ടുമ്പോഴെല്ലാം മക്കളെ വചനം വായിക്കുകയും 10 വാക്യം കാണാതെ പഠിക്കുകയും നല്ല ആത്മീയ ഗീതങ്ങൾ, പുതിയ പുതിയ പാട്ടുകൾ പഠിക്കുകയും ഉണ്ടല്ലോ. സ്തോത്രം. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താൽ നമ്മിൽ എന്താ വ്യാപരിക്കുന്നേ? ജീവൻ വ്യാപരിക്കും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിള് കയ്യിലെടുത്ത് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും. ബൈബിള് ഇങ്ങനെ കയ്യിലെടുത്ത് നമ്മളിങ്ങനെ എന്നാ ഇന്നൊരു 5 അധ്യായം വായിക്കാം എന്ന് കരുതി അതിങ്ങനെ വായിച്ചിങ്ങനെ വരുമ്പോൾ ഒരു 8-10 വാക്യമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് വരും. അറിയാതെ കണ്ണൊക്കെ അടഞ്ഞു പോകും. അപ്പം നിർത്തരുത്. അത് വരുന്നതിൻ്റെ കാരണം ജഡത്തിൽ എന്തുണ്ട്? മറ്റവൻ കയറിയിട്ടുണ്ട്, കുഞ്ഞപ്പൻ കയറിയിട്ടുണ്ട്. മനസ്സിലാവുന്നോ? അവന് ഇതുമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഒന്നിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അവൻ തരുന്നത് സുഖമായ ഉറക്കമാണ്. സ്തോത്രം. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം. രാവിലെ മുതൽ ബൈബിൾ വായിക്കുന്നില്ല, പാട്ട് പാടുന്നില്ല, കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ആ മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ മാറ്റി 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 ഇരിക്കുമ്പോൾ ഒരു വായും തുറക്കുന്നില്ല. എന്തു സുഖമാണ്! എന്ത് ഏകാഗ്രതയാണെന്നേ. ഒന്ന് കണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വരിക. അതിനേക്കാൾ നല്ലത് പിടിച്ചിരുത്തുക അവിടെ. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു പോയിക്കേ. നിങ്ങളുടെ ഒറ്റ ഒരാളുടെ കാര്യമല്ല പറയുന്നേ, ഞാനും ഈ പ്രതിക്കൂട്ടിനകത്ത് കയറി നിന്നിട്ടായി പറയുന്നേ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നു, റോമലേഖനത്തിൽ. എന്താ പറഞ്ഞു ശരിയാ, നിങ്ങളിന്ന് കേൾക്കാനാ. ഞാൻ ഇച്ഛിക്കുന്ന നന്മ അല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ. സ്തോത്രം. കണ്ടോ? അപ്പൊ അതിനെ ദൈവവചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അന്യഭാഷ കൊണ്ടും ആത്മനിറവ് കൊണ്ടും
ജയിക്കാനുള്ള ഒരു വലിയ നിയോഗമാണ് ഇന്ന് രാത്രി ദൈവസഭയിലേക്ക് ദൈവാത്മാവ് തുറന്നു തരുന്നത്. സ്തോത്രം. എങ്കിലേ നമ്മൾ നേരത്തെ പാടിയ പാട്ടുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റൂ. എന്താ? വൻക്രിയനിൽ നടന്നു കർത്തനന്റെ ഞാനവന്റെ വൻക്രിയായ നടന്നു കർത്തനന്റെ ഞാനവന്റെ താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൽശബ്ദത്തെ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു അടുത്തിരിക്കുന്നവർ ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ. അടുത്തിരിക്കുന്നവർ തമ്മിൽ ആ കരങ്ങൾ ചേർത്ത് പിടിച്ചേ. ആത്മാവിന്റെ ഐക്യത ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ഐക്യത ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആ പുറമേയുള്ള കണ്ണുകൾ അടയട്ടെ. ഹൃദയ കണ്ണുകൾ യേശുവിനെ കാണട്ടെ. ഇന്ന് രാത്രിയിൽ യേശുവിനെ കാണട്ടെ. ഹൃദയ കണ്ണുകൊണ്ട് നിനക്ക് വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിന്മേൽ അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തരുന്ന ആ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ അതിനകത്തു നിന്ന് വെള്ളവും രക്തവും ഒഴുകിയിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ട യേശുവിനെ അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു പാപം തീർത്ത നാൾ. ആമേൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു പാപം തീർത്ത നാൾ. പല ജാതികളുടെ നടുവിൽ, പല ഭാഷക്കാരുടെ നടുവിൽ, യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം പൗലോസും ശീലാസും യാത്ര ചെയ്തതുപോലെ ശുശ്രൂഷ മേഖലയിൽ ഒരു വലിയ കുതിച്ചു ചാട്ടത്തിനു വേണ്ടി അഭിഷിക്തനെ ദൈവാത്മാവ് ഈ നാളുകളിൽ താങ്കളുടെ അരമുറുക്കി തൈലക്കൊമ്പിൽ അഭിഷേക തൈലത്തിന്റെ പുത്തൻ പകർച്ച നൽകി ഗിരികളുടെ മുകളിലേക്ക് കയറുവാൻ ദൈവസ്നേഹത്തിന്റെ നിർബന്ധം ഈ നാളുകളിൽ തന്റെ അഭിഷിക്തന്റെ മേൽ പകരുവാൻ ഇതാ ദൈവാത്മാവ് ഒരുങ്ങുന്നു. സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ വ്യാപാരം പാപരാഗത്തിന്റെ വ്യാപാരം. അത് നമ്മുടെ ജഡത്തിലെ അവയങ്ങളിൽ വ്യാപരിച്ച് അത് നമ്മെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ, സ്തോത്രം, അതിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു വ്യാപാരമുണ്ട്. നോക്കിക്കേ, സ്തോത്രം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ഒന്ന് നിൽക്കട്ടെ. കണ്ടോ, തൊട്ടടുത്തുള്ള ആൾ എടുക്കുന്നേ ഉള്ളൂ. കണ്ടോ, മറിക്കുക. ഇവിടെ എല്ലാ കാര്യങ്ങളിലും സ്പീഡപ്പായ കുറേ ആളുകളെ ഞാൻ കാണുന്നുണ്ട്. നല്ലത്, അങ്ങനെ വേണം. സ്തോത്രം. പിശാച് കാണാതിരിക്കട്ടെ അവരെയൊക്കെ. 2 തെസ്സലോനിക്കർ 2:9 വായിച്ചോ. അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, ലിസൺ, ഏതാ? സാത്താന്യ വ്യാപാര ശക്തിക്ക് എങ്ങനെ
എങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വ്യാജമായ സകല. അപ്പൊ അതിനു എന്തുണ്ട്? ശക്തിയുണ്ട്. ആർക്കാ? ആർക്കാ? അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത. ആർക്കാ? ആർക്കാ? എല്ലാവരും പറയുന്നില്ലല്ലോ, നിങ്ങൾ മടുത്തോ? ആർക്കാ? ആർക്കാ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വായിച്ച വ്യാപാരമില്ലേ? ഏത് വ്യാപാരം? എവിടെ? അവയവങ്ങളിൽ വ്യാപരിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന ആ വ്യാപാര ശക്തിയും. അടുത്തത് ഇപ്പൊ നമ്മൾ വായിച്ചത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ആ ആ ആ ആ ആ വ്യാപരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ഇക്കാലത്തിലെ പെന്തക്കോസുകാർക്ക് ഒരിളക്കം തട്ടിയിട്ടുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, അപ്പുറത്തു നടക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ കേരളത്തിലെ പെന്തക്കോസുകാർക്ക് അവൻ അടപടലും ഒരു ഇളക്കം കാണുന്നുണ്ട്. കുഴപ്പമില്ല, നീ ആ വ്യാപാരം ഏതെന്ന് തിരിച്ചറിയണം. സ്തോത്രം. ദൈവത്തിന്റെ വടി മോശ താഴെ ഇട്ടപ്പോൾ അതിൽ നിന്ന് എന്തു പുറത്തു വന്നു? സർപ്പം. അത് തന്നെ ആരും ചെയ്തു? അല്ലയോ? അല്ലേ? അപ്പൊ ഒറിജിനലിലെല്ലാം എന്തുണ്ട്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇത് തിരിച്ചറിയണം. സ്തോത്രം. ഇന്ന് നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ പോലും അറിയാതെ ചില രോഗസൗഖ്യങ്ങൾ അവൻ തരും. ആരാ തരും? വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട്. കായംകുളത്തിനപ്പുറം, കരുനാഗപ്പള്ളിക്കപ്പുറം മൈനാഗപ്പള്ളി ഒരു സഭയിൽ വെളിപ്പെട്ടതാ. പിശാചു പറഞ്ഞതാ. ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോ പിശാചു പറഞ്ഞതാ. പിശാചു ചോദിച്ചു, നീ പ്രസംഗിക്കുന്ന യേശുവിന് ഈ ശക്തി ഉണ്ടെന്നൊന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ച പിശാച്. സ്തോത്രം. പിശാചു ചോദിച്ച, നീ പ്രസംഗിക്കുന്ന യേശുവിന് ശക്തി ഉണ്ടോന്ന് തെളിയിക്കാമോ എന്നാ ചോദിച്ചേ. അവനോട് ആശയവിനിമയം നടത്തേണ്ട കാര്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഞാൻ വലിയ പ്രസക്തി കൊടുത്തില്ല. എൻ്റെ മൗനം കണ്ടിട്ട് പൈശാചിക ശക്തി അവിടെ പറഞ്ഞതാ, എവൾക്ക് സൗഖ്യം കൊടുത്തത് നിന്റെ യേശുവല്ല, എവൾക്ക് സൗഖ്യം കൊടുത്തത് ഞാനാ. ഇവൾക്ക് രക്തപോക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ചില രോഗങ്ങൾക്ക് യേശുവാണെന്ന് വിശ്വസിപ്പിക്കാൻ പിശാച് എന്ത് ചെയ്യും? ഇങ്ങനെ മനുഷ്യനെ ചതിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചെന്ത് ചെയ്യും? പിശാച് മനുഷ്യനെ ചതിക്കും. ചിലര് പറയാറുണ്ട്, പാസ്റ്ററേ എന്നാ ഒരു തിരക്കാണെന്നറിയാമോ, നീ സൂക്ഷിക്കണം. പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ, ഉപവസിക്കാൻ അനുവദിക്കാതെ, ദൈവവചനത്തിൽ നിന്ന് ദൈവശബ്ദം കേൾക്കാൻ നിന്റെ കാതുകളെ അനുവദിച്ചു കൊടുക്കാതെ, ആമേൻ, നിന്നെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് തള്ളിയിടുന്നത്
അയ്യോ, ഇത് ദൈവാത്മാവിന്റെ ജോലി അല്ല. യേശു പോലും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇനി എന്ത് ചെയ്യ്, അല്പം വിശ്രമിച്ചോളാൻ പറഞ്ഞു, ആശ്വസിച്ചോളാൻ പറഞ്ഞു. അല്ലേ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം. അപ്പൊ യേശു സൗമ്യതയും താഴ്മയും ഉള്ളവനാണെങ്കിൽ ആ യേശുവിൻ്റെ നുകം വെച്ചാൽ എന്തൊരു സുഖമായിരിക്കും. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? യേശു സൗമ്യതയും താഴ്മയും ഉള്ളവനാണെങ്കിൽ ആ സ്വഭാവത്തിൽ യേശു ഒരു നുകം തോളിൽ വെച്ചാൽ ആ നുകം ഭാരമുള്ളതാണോ? അല്ല, അതിനൊരു സുഖമുണ്ട്. സ്തോത്രം. സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ, അയ്യോ ഈ കുഞ്ഞിനെ എടുത്തെടുത്തെടുത്ത് എൻ്റെ കൈ കുഴഞ്ഞു? അങ്ങനെ ഒരു തള്ള പറഞ്ഞ അതൊരു ഒറിജിനൽ തള്ളയല്ല. സ്തോത്രം. ഒരു അമ്മ അങ്ങനെ പറയത്തില്ല. സ്തോത്രം. അപ്പോൾ വ്യാജമായ അടയാളങ്ങളും വ്യാജമായ അത്ഭുതങ്ങളും ഇന്ന് ദൈവജനത്തിന്റെ നടുവിൽ അധർമ്മമൂർത്തി വെളിപ്പെടുത്തുന്നുണ്ട്. പാപരാഗങ്ങളുടെ സ്വാധീനത്തിൽ ഈ പാപരാഗം അവയവങ്ങളിൽ സ്വാധീനിച്ചാലുള്ളൊരു പ്രത്യേകത ഞാൻ പറയാം. നമുക്ക് പാപബോധം ഉണ്ടാകത്തില്ല. നമുക്ക് എന്തില്ല? പാപബോധം. ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥിക്കുന്നവനെ മനസാക്ഷി സൂക്ഷിക്കാൻ പറ്റൂ. ദൈവവുമായുള്ള സാന്നിധ്യത്തിൽ ചേർന്നിരിക്കുന്ന ഒരുവനെ ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കാൻ പറ്റൂ. സ്തോത്രം. മനസാക്ഷി പ്രവർത്തനക്ഷമതയുള്ളതാണെങ്കിൽ ഉള്ളിൽ പാപബോധം വരും. എത്ര വർഷം കഴിഞ്ഞാലും മനസാക്ഷി നമ്മെ കുത്തും. ചില വ്യക്തികളെ കാണുമ്പോൾ മനസാക്ഷി നമ്മോട് ഇടപെടും. എന്താ? നീ ക്രമീകരണം പ്രാപിക്കാനുള്ള വ്യക്തിയാ ആ പോകുന്നേ, നീ നിരപ്പ് പ്രാപിക്കാനുള്ള വ്യക്തിയാ ആ വരുന്നേ. സ്തോത്രം. പക്ഷേ ഈ പാപരാഗങ്ങളുടെ സ്വാധീനം അമിതമായി കഴിഞ്ഞാൽ പിന്നെ മനസാക്ഷി നമ്മോട് സംസാരിച്ചാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറെ പെന്തക്കോസുകാര് നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് രാത്രി ഈ ടൈപ്പ് ഏതെങ്കിലും ആളുകൾ ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു, ദൈവത്തിന്റെ കരം നിന്റെ തലയ്ക്ക് മുകളിൽ വീഴുന്നതിന് മുൻപ് ഇപ്പോൾ ഒരു മാനസാന്തരത്തിനും ഒരു ശുദ്ധീകരണത്തിനും ഒരു നിരപ്പ് പ്രാപിക്കുന്നതിനും ഇന്ന് രാത്രി ഒരവസരം സ്വർഗം നിനക്ക് അനുവദിക്കുകയാണ്. പാപരാഗങ്ങളിലെ സ്വാധീനം നിന്നെ മരണത്തിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി നമ്മെ നിർബന്ധിക്കുന്നു, അരുത്, തിരിഞ്ഞുവാ. വ്യാജ പ്രവർത്തികളാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് അനീതിയിൽ രസിച്ചാൽ നീതിബോധം ഉണ്ടാകത്തില്ല. ഉണ്ടാകുമോ? ഉണ്ടാകുമോ? അനീതിയിൽ രസിച്ചാൽ നീതിബോധം ഉണ്ടാകുമോ? ഇല്ല, നീതിബോധം വരത്തില്ല. സ്തോത്രം. ദൈവമക്കൾ പാപബോധവും നീതിബോധവും ദൈവ സാന്നിധ്യ ബോധവും ഉള്ളവരായിരിക്കണം. സ്തോത്രം.
ഹല്ലേലൂയ. നമുക്കൊന്ന് നന്നാകരുതോ? ഒന്ന് നന്നാകരുതോ? നമുക്കൊന്ന് നന്നാകരുതോ? ഒന്ന് മനസ്സ് വെക്കരുതോ? അടുത്ത തിരുമേശയ്ക്ക് മുമ്പ് ഒന്ന് മനസ്സ് വെക്കരുതോ? ഒരു സോറി പറയാൻ കഴിയില്ലേ നമുക്ക്? ആരും അറിയണ്ടെന്നേ, ആരും അറിയണ്ട, ആരും അറിയണ്ട. നമ്മൾ പറയുന്ന ആരും അറിയണ്ട. ആ വ്യക്തിയെ ഒന്ന് മാറ്റി നിർത്തി സോറി കേട്ടോ, അറിയാതെ പറ്റിപ്പോയതാട്ടോ, ദുരഭിമാനത്തിൽ ചെയ്തു പോയതാ, പറഞ്ഞു പോയതാ, പ്രവർത്തിച്ചു പോയതാട്ടോ, എന്നോട് ക്ഷമിച്ചേക്കണേ. ആരും അറിയണ്ട. കാണണ്ടവൻ കാണും. അപ്പുറം നിൽക്കുന്നവൻ ലജ്ജിച്ച് നിന്നെ വിട്ട് ഓടിപ്പോകും. നീ ദൈവം മുമ്പാകെ പ്രാഗൽഭ്യമുള്ളവനായി മാറും. കൃപായേകേണം കൃപാനിധിയെ, കൃപാനിധിയെ കൃപായേകേണം, കൃപാനിധിയെ മുൻപേ പോയാ നിൻ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് ഓ കരുണാനിധിയെ നീ മാത്രമാണ്, നീ മാത്രമാണ് എനിക്കാധാരം. എന്നൻ സിയോനെ ചെന്നങ്ങു കാണും, കണ്ണീരോ മാറും കാണാതെ. ഓ എന്നൻ സിയോനെ ചെന്നു ചേരും അന്നൻ കണ്ണീരും ഭക്തസേവിക്കും കാതുകേളം വ്യക്തമായി കാണുമൻ രക്ഷകരെ. വ്യക്തമായി കാണുമൻ രക്ഷകരെ. ഓ കരുണാനിധിയെ ദൈവമാണ് എനിക്കാധാരം. ഓ താതാതിന്നിഷ്ടം മണ്ണിൽ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ താതാ നിന്നിഷ്ടം. ഓ ത്യാഗം ചെയ്യുന്നി പാഴ്വണ്ണിരാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ ഓ കരുണാനിധിയെ കൽവരിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ഓ കൃപായേകേണം കൃപാനിധിയെ, 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 കൃപായ സമര ബര 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 മുൻപേ പോയാതെ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ നീ മാത്രമാണ്
നായകൻ കൃപാനിധിയ കൃപാനിധിയ സഗര ശരബ ശമന ശരബ ശമമ ശമമ ശരബ ശരബ ശരവൈന ശരബ തരബ സുരബ സുരബ ലിംഗ അപരാഗങ്ങളുടെ സ്വാധീന നിമിത്തം മരണത്തിലേക്ക് നയിക്കുന്ന വ്യാപാരം. 2, അധർമ്മമൂർത്തിയുടെ വ്യാപാരം. അത് സകല അടയാളങ്ങളോടും വ്യാജമായ അത്ഭുതങ്ങളോടും അത് വെളിപ്പെട്ട് തിരിച്ചറിയാൻ കഴിയാതെ അതിൻ്റെ സ്വാധീന വലയത്തിൽ ആമേൻ പെട്ടുപോകാൻ ഇടയുള്ള ആളുകൾ ഇന്ന് രാത്രി ദൈവം മുമ്പാകെ നിരപ്പ് പ്രാപിച്ചു മടങ്ങി വരണം. സ്തോത്രം. ഒരു നിരപ്പിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുമ്പോൾ അതിനർത്ഥം നമ്മൾ അതിന് കീഴ്പ്പെട്ട് താണു കൊടുക്കുമ്പോൾ നമ്മുടെ മേൽ അടിമത്തം പുലർത്തുന്ന ശക്തിയെ ദൈവാത്മാവ് പറിച്ചു മാറ്റിയിട്ട് ആമേൻ സ്ഥിരമായ ഒരു ആത്മാവിനെ നമ്മിൽ നിറയ്ക്കും. സ്തോത്രം. മത്സരത്തിൻ്റെ വ്യാപാരങ്ങളെ പുറത്താക്കണം. ഞാനെന്ന ഭാവത്തിൻ്റെ വ്യാപാരത്തെ പുറത്താക്കണം. നിഗളത്തിൻ്റെ വ്യാപാരത്തെ പുറത്താക്കണം. ഒരു സോറി പറഞ്ഞാൽ എന്തോ വലുത് നമുക്ക് നശിച്ചു പോകുമെന്ന ചിന്തയിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്ന വെല്ലുവിളിയോട് നമ്മൾ ഇന്ന് രാത്രി ഗുഡ് ബൈ പറയണം. സ്തോത്രം. എന്നിട്ട് നിരപ്പ് വന്ന് ദൈവം മുമ്പാകെ മുട്ടുമടക്കുമ്പോൾ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആളവറ്റ വലിപ്പം, സ്തോത്രം, അത് നമ്മിൽ വ്യാപരിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ കാലു കുത്തുന്നിടത്തൊക്കെ ജയമാണ്. സ്തോത്രം. ഒരു മരത്തിന്മേൽ തൊട്ടാൽ മരത്തിന് വിടുതല, മൃഗത്തിന്മേൽ തൊട്ടാൽ മൃഗത്തിന് വിടുതല, മനുഷ്യന്റെ മേൽ തൊട്ടാൽ മനുഷ്യന് വിടുതല. സ്തോത്രം. നമ്മുടെ വാക്കുകൾ ധൈര്യം പകരുന്നതും ആശ്വാസം നൽകുന്നതുമായ വാക്കുകൾ. സ്തോത്രം. ഈ കോഴി ചെതലും മണ്ണും ചെകയുന്നത് പോലെ ആമേൻ ചില ജീവിതങ്ങളെ ചെകഞ്ഞടുക്കാൻ നോക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പിശാചിന്റെ വ്യാപാരമാണ്. വിട്ടുകളയണം. അതൊക്കെ വിട്ടുകളയണം. മറ്റുള്ളവന്റെ പ്രൈവസിയിലേക്ക് കൊട ചൂടുന്ന ആളുകളുണ്ട്. വിട്ടുകളയണം. നീ നിന്റെ കാര്യം നോക്കണം, നിന്റെ വീട്ടുകാര്യം നോക്കണം, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കണം, നിന്റെ ഭാര്യയുടെ കാര്യം നോക്കണം. അടുത്തവനിലേക്ക് നിന്റെ കണ്ണ് തിരിയേണ്ട കാര്യം ഇല്ല. അങ്ങനെ നോക്കാൻ താല്പര്യമുള്ളവർ കർത്താവിലേക്ക് നോക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്തോത്രം. ഈ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അറിയാം ദൈവസ്നേഹത്തിൻ്റെ ഉറവ തുറക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. നിങ്ങളെ ഒരുപാട് കർത്താവ് സ്നേഹിക്കുന്നു. സ്തോത്രം. ആ സ്നേഹം നമുക്ക് അന്യമായി പോകാതിരിക്കാൻ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിച്ചത് അതേ സ്തോത്രം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ആ ആത്മാവിനെ കുറിച്ചുള്ള മറ്റൊരു തലമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്. ആമേൻ. അതെ, ആത്മാവെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. ആമേൻ. ദൈവത്തിൽ നിന്നുള്ളതേതെന്നും
ആമേൻ, ദുരാത്മാവിൽ നിന്നുള്ളത് ഏതെന്നും തിരിച്ചറിയാനുള്ള കൃപയാണ് ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവമക്കൾ ആർജിച്ചെടുക്കേണ്ടത്. സ്തോത്രം. അതിനുള്ള ഒരു ദൈവകൃപ, അതിനുള്ള പ്രാപ്തി സ്വർഗത്തിലെ കർത്താവ് ഇനിയുള്ള ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മളിലേക്ക് നൽകട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവമക്കളോട് ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ കുറച്ചേറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നല്ല പാട്ടുകളാണ്. എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ എഴുതിയ പാട്ടുകളാണ്. സ്തോത്രം. അപ്പോൾ എൻ്റെ ഈ പാട്ടുകളൊക്കെ മറ്റു പലരും കൊണ്ടുപോയി അവരൊരു ചാനലൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കയറ്റിയൊക്കെ അങ്ങ് വിടുമായിരുന്നു. അപ്പം എനിക്കിതിൻ്റെ പണികൾ അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്കൊരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇതിനി പുറത്തു പോകരുത്, അത് പാസ്റ്റർ തന്നെ അത് സൂക്ഷിക്കണം. അങ്ങനെ യൂട്യൂബിൽ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ അത് വരും. ലേറ്റസ്റ്റ് ആയിട്ടൊരു പാട്ട് അതിനകത്ത് ഞാൻ കയറ്റിയിട്ടിട്ടുണ്ട്. എൻ്റെ മോനാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം കയറ്റിയ ഒരു പാട്ടാണ്. നിങ്ങൾ ആ പാട്ട് കേൾക്കണം. കഴിയുമെങ്കിൽ ആ പാട്ട് പഠിക്കണം.